നമസ്കാരം. ഇത് കഴിഞ്ഞ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. കുട്ടികളും ഞാനും വീട്ടിലുള്ള ദിവസം. അപ്പോൾ അവരുടെ ഇന്നത്തെ ലഞ്ച് ആൻഡ് ഈവനിങ് സ്നാക്സൊക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ആദ്യം കുട്ടികളാണ് കഴിക്കുന്നത്, പിന്നെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. സൺഡേസ് മിക്കവാറും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നായിരിക്കും കഴിക്കുന്നത്. സാറ്റർഡേ ഞങ്ങൾ മാത്രമാണല്ലോ ഉള്ളൂ, 3 പേരും. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ദച്ചുകുട്ടിക്ക് ആദ്യം കാണുന്ന ഇൻട്രസ്റ്റേ ഉള്ളൂ കഴിക്കാനായിട്ട്, പിന്നെ വാരി കൊടുക്കണം. അപ്പോൾ അവർക്ക് ചോറും പപ്പടം, അതുപോലെ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ണിയുടെ ഫേവറേറ്റ് ആണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അതും പിന്നെ മുട്ട പൊരിച്ചതും, ഉണ്ണിക്ക് അച്ചാറും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദച്ചുകുട്ടിക്കും വേണം. അങ്ങനെ 2 പേർക്കും കുറച്ച് അച്ചാർ വെച്ചു. കഴിക്കാനൊന്നുമല്ല, അവൻ കഴിക്കും കേട്ടോ കുറച്ചൊക്കെ. അങ്ങനെ കുറച്ച് അച്ചാറും ഇട്ട് കൊടുത്തു. എനിക്കാണെങ്കിൽ ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്, പിന്നെ പാവയ്ക്ക തോരനാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ പാവയ്ക്ക അവർ കഴിക്കില്ല, അതുകൊണ്ടാണ് അവർക്ക് മുട്ട പൊരിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കില്ല, അത് അവരുടെ സ്പെഷ്യലാണ്. അപ്പോൾ അവർ കഴിച്ചു. പാവയ്ക്ക നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നതാണ്, കുട്ടികൾ കഴിക്കില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ കുറച്ചും കൂടെ വലുതാകുമ്പോൾ കഴിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഒരു കറിക്കുള്ള പാവയ്ക്ക പറമ്പിൽ നിന്ന് കിട്ടുമേ. അപ്പം നമുക്കത് മതിയല്ലോ. പിന്നെ ദച്ചുകുട്ടി കാണിക്കുന്ന ഉത്സാഹമൊക്കെ ഇപ്പോഴേ ഉള്ളേ. അത് കഴിഞ്ഞ് എല്ലാം കുഴച്ച് വയ്ക്കും, പിന്നെ വാരി കൊടുക്കണം. മുട്ടയുള്ളത് തന്നെ കഴിച്ചു കേട്ടോ. ബാക്കി ഞാൻ പിന്നെ വാരി കൊടുത്തു കൂടെ പോയിരുന്നിട്ട്. അപ്പോൾ 2 പേരുടെയും കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കഴിച്ചത് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ തലേദിവസത്തെ രസം ഞാൻ പറഞ്ഞില്ലേ, രസം ഞാൻ ചൂടാക്കിയില്ല കേട്ടോ, മടി കാരണം. അപ്പോൾ ചൂട് ചോറായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അതിനകത്തേക്ക് തണുത്ത രസം ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സായി കഴിയുമ്പം ചൂടാവുമല്ലോ എന്ന് ഓർത്തിട്ട് മടി കൊണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ അവർ 2 പേരെയും കിടത്തി ഉറക്കി. എല്ലാ വീക്കെൻഡ്സിലും ഇങ്ങനെ ഉറങ്ങലുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാനും പതിവില്ലാതെ കിടന്നുറങ്ങി കേട്ടോ. കുട്ടികളുടെ കൂടെ കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. അപ്പം ഞാൻ ഉറങ്ങുന്നതിന് മുൻപേ വൈകുന്നേരത്തേക്ക് സ്നാക്സിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. തേങ്ങ ചിരണ്ടി വെക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു. അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് റാഗിപ്പൊടിയും കൂടെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ നുറുക്ക് ഗോതമ്പ് ഞാൻ ഉച്ചയ്ക്ക് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉണ്ടായുള്ളൂ എൻ്റെ കയ്യിൽ. കുറച്ചും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം. നമുക്ക് ഇത് അരച്ചിട്ട് ഇതിൻ്റെ പാലാണ് വേണ്ടത്. പിന്നെ വേണ്ടത് റാഗി പൗഡർ. ഇത് സ്പ്രൗട്ടഡ് റാഗിയാണ്. നോർമൽ റാഗി ആയാലും മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ റാഗി അല്ലാത്ത റാഗി ആണെങ്കിൽ അതായാലും വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഇതിൻ്റെ ഒപ്പം അരച്ച് ആ പാലെടുത്തേച്ചാൽ മതി. പിന്നെ തേങ്ങ, അതുപോലെ തേങ്ങയുടെ വെള്ളം, പിന്നെ ഏലക്ക, അത്രയും സാധനം നമുക്ക് മതി കേട്ടോ. അല്ലാത്ത വെള്ളം ഞാൻ ചേർത്തില്ല. ശർക്കരയാണ് കൂടെ ചേർക്കുന്നത്. ശർക്കരയാണായിരുന്നു ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി തണുത്ത് കഴിഞ്ഞപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അരച്ചു. എല്ലാം കൂടെ അരച്ച് ഞാൻ അരിച്ചെടുത്തേക്കണേണ്. കാരണം ഈ ഒരു കൺസിസ്റ്റൻസി മതി. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തേച്ചാൽ മതി. സ്റ്റീം ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ചെയ്യാറ്. കാരണം ഓയിലി ആക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആകെ ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് നമ്മുടെ പഴംപൊരിയാണ്. അപ്പോൾ ദച്ചുകുട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയില്ല. അവർക്ക് 2 പേർക്കും ഞാൻ പറഞ്ഞല്ലോ, ലക്കിലി എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വലിയ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെന്തോന്ന് നോക്കും, അവളുടെ തിരക്ക് കാരണം. ഇനി അതൊന്നും തണുത്ത് കിട്ടുന്നവരെ ആളെ ക്ഷമിക്കൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ്. ചേട്ടൻ അവിടെ TV ആണോ, പക്ഷെ ദച്ചുകുട്ടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് തണുത്ത് കിട്ടി കേട്ടോ. അപ്പം ഞാൻ പാത്രത്തിലൊക്കെ നന്നായിട്ട് വെച്ച് കൊണ്ട് കൊടുക്കുക. 2 പേരോടും അവിടെ ഇരിക്കുക, എന്നാലേ അമ്മ കൊണ്ടുതരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദച്ചുകുട്ടി അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീരെ കനം കുറച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പാകത്തിന് മധുരം ഉണ്ടായിരുന്നുള്ളൂ. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയായാലും റാഗി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവേ. എന്നാലും ഞാൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ചേർത്തായിരുന്നല്ലോ. അപ്പം നിങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം പറയണേ. നമ്മൾക്കും കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. എന്നിട്ട് നല്ലതാണോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കൂടി അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.